എത്ര വർഷവും ഈ ബോണക്കാട്ടിലേക്കൊക്കെ താമസമായി വന്നിട്ട് ഇവിടെ? 79 വന്നത്. 1979. ആ, ഇവിടെ വന്നിട്ട് 10 കൊല്ലം 25 കൊല്ലം പണി ചെയ്ത്. പണി ചെയ്തപ്പോഴത്തേക്ക് ടെമ്പററി 10 കൊല്ലം ചെയ്ത്. അതിനുശേഷം പെർമനന്റ് ആയിട്ട് ഒരു 15 കൊല്ലം ചെയ്തു. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ പയ്യൻ ചെയ്തില്ല. അപ്പോൾ ഗ്രാജുവേറ്റ് ആയി. ഗ്രാജുവേറ്റ് ആകുമ്പോഴത്തേക്ക് എനിക്ക് പെൻഷൻ കിട്ടി. ഇത് ഇല്ല, പ്രധാനമന്ത്രി കിട്ടി. അത് പെൻഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. 1000 രൂപ തരും, മാസം തരും. പിന്നെ ഗ്രാജുവേറ്റ് കിട്ടാനുണ്ട്. അത് ക്യാഷ് വന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാഷ് വന്നിട്ട് 10 പൈസ കിട്ടിയിട്ട് 10 കിട്ടാനുണ്ട്. അതിന് പിന്നെ 36 മാസം ശമ്പളം കിട്ടാനുണ്ട്. 36 മാസത്തെ എല്ലാ തൊഴിലാളികൾക്കും? എല്ലാവർക്കും ഉണ്ട്. എല്ലാ തൊഴിലാളികൾക്കും ഉണ്ട്. 36 മാസം ശമ്പളം കിട്ടാനുണ്ട്. അതിൽ പിന്നെ അതിന് പലിശയുണ്ട്. ഈ ക്രാറ്റിൻ്റെ പലിശയുണ്ട്. ഇതൊക്കെ അവർ തരാൻ പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് ആണോ ഈ മുതലാളി? കമ്പനിക്കാർ, മഹാവീർ കമ്പനിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോയിക്കൊണ്ട് നടക്കുന്നത്. പക്ഷേ ഇപ്പം നിലവിലെ ഇപ്പം പണി തൊഴിലുറപ്പ് പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും തൊഴിലുറപ്പ് പണി തന്നെ, അല്ല വേറെ പണി ഇവിടെ ഇല്ല. അങ്ങനെ പണി ഉണ്ടെങ്കിൽ ഇതിൽ പോയി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും പണിക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങി പോകാൻ പറ്റുള്ളൂ. അങ്ങനെ അത് എന്നും പോകാൻ പോകില്ല. കാരണം പണി ഉള്ള സമയത്ത് പോകാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഒരാഴ്ച 2 പണി കാണും. 2 പണിയാണ്. ചിലപ്പോൾ പണി ഇല്ലാതിരിക്കും. അങ്ങനെ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.